ഗുഡ് മോർണിംഗ്. നമ്മൾ എക്സാമ്പിൾസ് ഓഫ് മെട്രിക് സ്പേസസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നെക്സ്റ്റ് സെക്ഷൻ വരുന്നതും എക്സാമ്പിൾസ് തന്നെയാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് സീക്വൻസ് സ്പേസ്. എസ് എന്ന് പറയുന്നത് സീക്വൻസ് സ്പേസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ സെറ്റ് ഓഫ് ഓൾ സീക്വൻസസ്, അതായത് എക്സ് ഈക്വൽ ടു psi1 psi2 എക്സെട്ര എന്ന് പറയുന്നത് ഇതാണ് സീക്വൻസ്. ഇൻഫിനിറ്റ് ടേംസ് വരുന്നതാണ് സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ കളക്ഷൻസിനെയാണ് എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഈ എസ്സിലുള്ള ഒരു നമ്മൾ സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് സീക്വൻസ് മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു, തൊട്ട് മുമ്പായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ ബൗണ്ടഡ്നെസ് നിർബന്ധമില്ല, സീക്വൻസ് ആയാൽ മതി. എന്നിട്ട് ഇഫ് യു ഡിഫൈൻ ഡിസ്റ്റൻസ് ഈക്വൽ ടു ദിസ് വൺ, സിഗ്മ ജെ ഫ്രം 1 to infinity 1/2 raised to j modulus of psi I minus eta j psi j minus eta j divided by 1 plus modulus of psi j minus eta j എന്ന് പറയുന്നത് will be a metric. So together with the S and this metric will form a metric space. Okay, ആ മെട്രിക് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ 3 കണ്ടീഷൻസ് പ്രൂവ് ചെയ്യണം. നമുക്ക് ക്ലിയർ ആയിട്ട് ഫസ്റ്റ് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് മനസ്സിലാവും, ചെക്ക് ചെയ്താൽ മതി. മൂന്നാമത്തെ കണ്ടീഷൻ, അതായത് ട്രയാങ്കുലർ ഇനീക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ എടുത്തുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ മെത്തേഡാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് നമുക്ക് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അത് ഇൻക്രീസിങ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ആ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ ട്രയാങ്കുലർ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നത്. സോ ആ മെത്തേഡ്സ് സ്റ്റെപ്പുകളെല്ലാം നോക്കിയിട്ട് അത് പഠിക്കണം. ഓക്കെ, ട്രയാങ്കുലർ ഇനീക്വാളിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് വിൽ യൂസ് ദിസ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് പോസിറ്റീവാണ്, അതുകൊണ്ട് മോണോട്ടോണിക് ഇൻക്രീസിങ് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എക്സ്. ഇൻക്രീസിങ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ വൈ എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എഫ് ഓഫ് വൈ, ഈ രീതിയിലാണ് വരിക. സോ ആ രീതിയിൽ വരുന്നത് കൊണ്ട് നമുക്ക് ട്രയാങ്കുലർ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. യു വാണ്ട് ടു റെഫർ ദിസ്, ബുക്കിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിളായിട്ട് ബി ഓഫ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ഫങ്ഷൻസ്. അതായത് എ എന്നതൊരു സെറ്റാണ്, നോൺ എംപ്റ്റി സെറ്റാണ്. ബി ഓഫ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് ഓൺ എ, സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് എഫ് ഫ്രം എ ടു ആർ, എയിൽ നിന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫങ്ഷൻസിൻ്റെ കളക്ഷൻ സച്ച് ദാറ്റ് ഒരു പ്രത്യേകത ഉള്ളത് എഫ് ഈസ് ബൗണ്ടഡ്, എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ സം എം. അതായത് ബൗണ്ടഡ് ആണ് എഫ് ഓഫ് എക്സ്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് വേർ എക്സ് ബിലോങ്സ് ടു എ ആയിട്ടുള്ള കളക്ഷൻ എടുത്താൽ അതെല്ലാം ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് നമ്പറിന് താഴെ വരണം. ചിലപ്പം എഫ് ഓഫ് എക്സിൻ്റെ കളക്ഷൻസ് എല്ലാം 100, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ഫിക്സ്ഡ് നമ്പർ. മേ ബി അത് ഒരു 1000-ന് താഴെ വരുന്നുണ്ടെങ്കിൽ അത് ബൗണ്ടഡ് ആണ്. ചിലപ്പം 1000-ൻ്റെ മുകളിൽ വരാം, പക്ഷേ 1,00,000-ന് താഴെയാണെങ്കിൽ സ്റ്റിൽ ബൗണ്ടഡ് ആണ്. എന്നാൽ നമുക്ക് ഏതൊരു നമ്പറിനും താഴെയാണെന്ന് പറയാൻ കഴിയാത്ത സിറ്റുവേഷൻ വരികയാണെങ്കിൽ അൺബൗണ്ടഡ് ആവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സെറ്റ് എ എന്ന് പറയുന്നത് ഒരു 0 എന്നുള്ള പോയിൻ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റാണ്. ഇപ്പോൾ 0 കണ്ടെയ്ൻ ചെയ്യുന്ന റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. എന്നിട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x ആണെങ്കിൽ 1/x 0യുടെ അടുത്ത് ബൗണ്ടഡ് അല്ല. അപ്പോൾ 1/0.1 എന്ന് പറയുന്നത് 10 വരും. 1/001 എന്ന് പറയുന്നത് 1000 വരും. അപ്പം 0 കണ്ടെയ്യുന്ന 0യുടെ അടുത്തുള്ള 0 ഒഴികെ ബാക്കി എല്ലാ പോയിൻറ്റ്സും വരുന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ബൗണ്ടഡ് ആവില്ല. ബട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ബൗണ്ടഡ് ഫങ്ഷൻസിൻ്റെ കളക്ഷനാണ്. സോ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ബി ഓഫ് എ മീൻസ് സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ഫങ്ഷൻസ് ഫ്രം എ. എന്നിട്ട് ആ ഒരു സെറ്റിൽ നിന്ന് വി ആർ ഗോയിങ് ടു ഡിഫൈൻ എ മെട്രിക് ഓർ ഫങ്ഷൻ ഡി വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് സുപ്രീമം ഓഫ് എക്സ് ഓഫ് ടി മൈനസ് വൈ ഓഫ് ടി വെയർ ടി ബിലോങ്സ് ടു ദാറ്റ് സെറ്റ് എ. ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി എ വെൽ ഡിഫൈൻഡ് മെട്രിക് ഫങ്ഷൻ. അതുകൊണ്ട് ദിസ് വിൽ ബി എ മെട്രിക് സ്പേസ്. അപ്പോൾ അവിടെയും നമുക്ക് ഫസ്റ്റ് 3 കണ്ടീഷൻസ് ക്ലിയർ ആണ്, ഒന്ന് ചെക്ക് ചെയ്താൽ ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. തേർഡ് കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് for any t belongs to a we have x of t minus y of t യുടെ മോഡുലസ് എന്ന് പറയുന്നത്
ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഓഫ് ടി. മോഡുലസിൻ്റെ നമുക്കറിയാം യൂഷ്വൽ മോഡ് എക്സ് മൈനസ് വൈയുടെ കേസിൽ നമുക്കറിയാം അത് ട്രയാങ്കുലർ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് എക്സ് ഓഫ് ടി മൈനസ് വൈ ഓഫ് ടിയും ട്രയാങ്കുലർ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. സോ അത് നമ്മുടെ ഈ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ട്രയാങ്കുലർ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത് അതുപയോഗിച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതും ഒന്ന് നോക്കണം. അപ്പം ഈ എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതിയാവില്ല, അത് എന്തുകൊണ്ട് മെട്രിക് സ്പേസ് ആവുന്നു എന്നുള്ള ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതും നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അതിനുശേഷം വരുന്ന സ്പേസാണ് എൽ പി എന്ന് പറയുന്നത്. വീണ്ടും ഇത് എന്താണ്, നമ്മുടെ സീക്വൻസസിൻ്റെ കളക്ഷനാണ്. ഇവിടെ എലിമെൻറ്റ്സ് വരുന്നത് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ സീക്വൻസസ് ആണ്. ഈ സീക്വൻസസിൻ്റെ കളക്ഷനിൽ എല്ലാ സീക്വൻസും വരില്ല. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ബൗണ്ടഡ് സീക്വൻസസ് പറഞ്ഞിരുന്നു, പിന്നെ ജനറൽ സീക്വൻസസ് പറഞ്ഞിരുന്നു. ഇവിടെ എൽ പി എന്ന സെറ്റ് ഓഫ് ഓൾ സീക്വൻസസ് വിത്ത് ദിസ് കണ്ടീഷൻ, ഇതിനെ നമ്മൾ പി സമ്മബിൾ എന്ന് പറയും. പി സമ്മബിൾ ആയിട്ടുള്ള സീക്വൻസസിൻ്റെ കളക്ഷൻ. എൽ പി ഡിനോട്ട്സ് സെറ്റ് ഓഫ് ഓൾ പി സമ്മബിൾ സീക്വൻസസ്. അതിനർത്ഥം ഇത് ഈ ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് കൺവേർജ് ചെയ്യണം, അതായത് ബൗണ്ടഡ് ആയിരിക്കണം. സിഗ്മ ജെ ഈക്വൽ ടു 1 to infinity Ij ഹോൾ റേസ് ടു പി ഷുഡ് ബി എ ഫൈനൈറ്റ് നമ്പർ, ഷുഡ് നോട്ട് ബി അൺബൗണ്ടഡ്. അങ്ങനെയുള്ള കളക്ഷൻസിനെയാണ് നമ്മൾ എൽ പി എന്ന് പറയുന്നത്, പി സമ്മബിൾ സീക്വൻസസ്. അങ്ങനെ അപ്പോൾ L2 ഉണ്ട്, L1 ഉണ്ട്, L2 ഉണ്ട്, L3 ഉണ്ട്, L4 ഉണ്ട്, അങ്ങനെ എക്സെട്ര ഉണ്ട്. N4 എനി N പോസിബിളാണ്. ഓക്കെ, അപ്പം L1 എന്ന് പറയുന്നത് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to infinity മോഡ് psi i മൈനസ് ഈറ്റ ഐ ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. മോഡ് psi i ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, L2 ആണെങ്കിൽ ഹോൾ സ്ക്വയർ ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. എൽ പിയിൽ ഹോൾ ക്യൂബ് ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. ആ രീതിയിലാണ് വരിക. ദെൻ ഇങ്ങനെയുള്ള എലമെൻസിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഡിഫൈൻ എ മെട്രിക് യൂസിങ് ദിസ് ഡെഫിനിഷൻ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഇതാണ്, വൈ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു ഈറ്റ ഐസ് ആണ്, ഈറ്റ ജേസ് ആണ്. അതിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സിഗ്മ ജെ ഫ്രം 1 to infinity മോഡുലസ് ഓഫ് psi i മൈനസ് ഈറ്റ ഐ ഹോൾ റേസ് ടു പി ഹോൾ റേസ് ടു 1/. ഓക്കെ, ദെൻ ഇതിൽ ഇഫ് പി ഈക്വൽ ടു 2 ദാറ്റ് ഈസ് L2, അതിന് പറയുന്ന പേരാണ് ഹിൽബർട്ട് സ്പേസ്. ഓക്കെ, ഹിൽബർട്ട് സ്പേസ്. ദെൻ ഈ രണ്ട് സ്പേസുകളും നമ്മൾ മെട്രിക് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ എൽ പിയുടെ കുറിച്ച് റിയൽ സ്പേസിലുണ്ട്. സീക്വൻസ് വി ടേക്ക് ഓൺലി റിയൽ സീക്വൻസസ് സാറ്റിസ്ഫൈങ് we get real space LP. If we take a complex sequence satisfying this condition, we'll get complex space LP. അത് രണ്ടിലും പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, നമ്മൾ സീക്വൻസ് കോംപ്ലക്സ് നമ്പേഴ്സ് അലോ ചെയ്യുന്ന സീക്വൻസ് ആണെങ്കിൽ കോംപ്ലക്സ് LP, അതർവൈസ് റിയൽ LP. ഓക്കെ, അതുപോലെ L2 എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു ഹിൽബർട്ട് സ്പേസ് ഇഫ് P ഈക്വൽ ടു 2. ഓക്കെ, അവിടെ നമ്മൾ ഇതായിരിക്കും ഡിസ്റ്റൻസ്. ഈ ഓൾ റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ അത് റൂട്ടാണല്ലോ, അതാണ് ഇവിടെ ഉള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി ഇത് 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. അതിൽ ഫസ്റ്റ് 3 കണ്ടീഷൻസ് ഈസിലി പ്രൂവ് ചെയ്യാൻ പറ്റും. യു വാണ്ട് ടു ചെക്ക് ദം. ആൻഡ് 4th കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് അത് പ്രൂവ് ചെയ്യാൻ ഈസി അല്ല. അതിന് വേണ്ടിയിട്ട് വിൽ യൂസ് സർട്ടൻ ഇനീക്വാളിറ്റീസ്. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 3 ഇനീക്വാളിറ്റീസാണ്. ഒന്ന് ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റി. അത് പറയുന്നത് ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റി ഫോർ സംസ് സിഗ്മ ജെ ഈക്വൽ ടു 1 to infinity മോഡുലസ് ഓഫ് psi i ഈറ്റ ഐ ഓർ മോഡുലസ് ഓഫ് psi j ഈറ്റ j ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ 2 sums like this. സം k ഈക്വൽ ടു 1 to infinity psi k ഹോൾ റേസ് ടു p ഹോൾ റേസ് ടു 1/p ഇൻറ്റു summation m ഈക്വൽ ടു 1 to infinity ഈറ്റ എം മോഡുലസ് ഓഫ് ഈറ്റ എം ഹോൾ റേസ് ടു k ഹോൾ റേസ് ടു q ഹോൾ റേസ് ടു 1/q. ഈ ഇനീക്വാളിറ്റിയെ പറയുന്ന പേരാണ് ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റി. ഈ ഒരു ഇനീക്വാളിറ്റി പഠിക്കാനുണ്ട്, അതിൻ്റെ പ്രൂഫ് വേണ്ട. പ്രൂഫ് മുകളിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് ആവശ്യമില്ല. സിമിലർലി മറ്റൊരു ഇനീക്വാളിറ്റി നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ആവശ്യമുള്ളതാണ് കോഷി ഷ്വാർട്സ് ഇനീക്വാളിറ്റി.
കോഷി ഷ്വാർട്സ് ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിൽ തന്നെ മുകളിലുള്ള ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റിയിൽ പി ഈക്വൽ ടു 2 ആൻഡ് ക്യൂ ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ പി ഈക്വൽ ടു 2 കൊടുക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുകളിലുള്ള ഇനീക്വാളിറ്റിയിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. പി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ആവുള്ളൂ. മാത്രമല്ല 1/p + 1/q മസ്റ്റ് ബി ഈക്വൽ ടു 1. നമുക്കറിയാം 1/2 + 1/2 1 ആണ്. അതുകൊണ്ട് p ഈക്വൽ ടു 2 q ഈക്വൽ ടു 2ൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ആ സിറ്റുവേഷനിലുള്ള ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റിക്ക് സെപ്പറേറ്റ് പേര് കൊടുത്തതാണ് കോഷി ഷ്വാർട്സ് ഇനീക്വാളിറ്റി. കോഷി ഷ്വാർട്സ് ഇനീക്വാളിറ്റി തന്നിട്ടുണ്ട്. ദെൻ ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിറൈവ് ചെയ്യാവുന്ന മറ്റൊരു ഇനീക്വാളിറ്റിയാണ് മിങ്കോസ്കിസ് ഇനീക്വാളിറ്റി. അത് പറയുന്നത് സമ്മേഷൻ ജെ ഫ്രം 1 to ഇൻഫിനിറ്റി psi j plus eta j whole raised to p modulus of psi j plus eta j whole raised to p whole raised to 1/p less than or equal to the separate sums. ഓക്കെ, ഇതാണ് മിങ്കോസ്കിസ് ഇനീക്വാളിറ്റി. ഈ മിങ്കോസ്കിസ് ഇനീക്വാളിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എൽ പി തേർഡ് കണ്ടീഷൻ ഫോർത്ത് കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ദെയർഫോർ എൽ പി ഈസ് എ മെട്രിക് സ്പേസ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതിൽ ഓരോ എക്സാമ്പിൾസും അത് എൽ പി ആണെങ്കിലും ഓരോന്നും അത് ഒരു മെട്രിക് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്തത് ഒന്ന് നോക്കണം. അതുപോലെ ഈ പ്രോബ്ലംസ് ഒന്ന് നോക്കുക. ഓക്കെ, പ്രോബ്ലംസ് ടഫായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്റ്റിൽ സിമ്പിളായിട്ടുള്ളതെങ്കിലും നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇതൊന്ന് നോക്കുക. നിങ്ങൾ അതുപോലെ പാരലലായിട്ട് ഞാൻ വീഡിയോസ് മറ്റൊരു യൂട്യൂബിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഷെയർ ചെയ്തതുണ്ട്. അതിൽ ഡിസ്കസ് ചെയ്യാത്ത ടോപ്പിക്സ് ആയിരുന്നു ഇതെന്ന് തോന്നുന്നു. അതിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഇൻ്റർസെക്ഷൻ വരുന്നത് അതും കൂടെ നോക്കിയിട്ട് പഠിക്കുമ്പോൾ എക്സ്ട്രാ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അതും കൂടെ റെഫർ ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യാൻ നോക്കുക മാക്സിമം. ഓക്കെ, താങ്ക് യു.